അങ്ങനെ ഈ വർഷത്തെ ഓണം കഴിഞ്ഞ് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഉത്രാടത്തിന് രാവിലെയാണ്, ഞങ്ങൾ പാച്ചിൽ വൈകുന്നേരമാണ് കേട്ടോ. കളിയാക്കി കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു ഓണത്തിന് തലേ ദിവസം രാവിലെ പോവാണ്ട് രാത്രി പോവല്ലേ നിങ്ങൾ, അപ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഓണത്തിന് ഉച്ചയ്ക്ക് തന്നെ സന്ധ്യയ്ക്ക് രാവിലെ ഓണത്തിൻ്റെ രാവിലെ പോയി പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചേട്ടൻ ഒരു വീക്കായിട്ട് നല്ല തിരക്കായതുകൊണ്ട് രാത്രി 12 മണിക്കൊക്കെയാണ് എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മൂലൻസിൽ പോയി, അവിടെ പാട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ ഓണത്തിന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷേ എനിക്ക് തോന്നാറ് ചാലക്കുടീനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ആ ഒരു ഓണത്തിൻ്റെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊന്നും ഇപ്പം കാണാനില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ ശ്രീലക്ഷ്മിയിൽ കയറി കുറച്ച് ഡ്രസ്സസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അച്ഛനൊക്കെ. നമ്മുടെ വസ്ത്രീയത്തിൽ മെൻസ് കളക്ഷൻസ് അധികം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ സെയിലും ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ശ്രീലക്ഷ്മിയിൽ പോയി. അവിടുത്തെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ ആ സമയത്ത് ഇരട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോഡിൽ പോയി. മാർക്കറ്റിൽ നമ്മൾ പോയപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. സാധാരണ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും മാർക്കറ്റിൽ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്നു. മോട്ടർ അടിച്ച് കഴുകാനുള്ള സമയം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തു, വേഗം കഴുകി നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 3 മണിക്ക് വെളുപ്പിന് എഴുന്നേൽക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ വേഗം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അവിടെ കഴുകി വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് ഞാൻ വേഗം എഴുന്നേറ്റു. കാരണം നൈതികൂട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്കിതൊക്കെ വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് വേണം ചേട്ടനെ വിളിക്കാനായിട്ട്. എനിക്ക് അവൻ ഉറങ്ങുകയാണെങ്കിൽ അവനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴേക്കും കുട്ടി എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. നൈതിയുടെ ആദ്യത്തെ ഓണമാണ്. നൈതിയും ചേട്ടനും ഒക്കെ ആയിട്ട് അത് ഓണം കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ എല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. കുട്ടൻ്റെ ആദ്യത്തെ ഓണാണോ കുഞ്ഞേ? കൃഷ്ണകിരീടം പിന്നെ എല്ലാ വർഷവും നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ പൂവൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മുടെ തുമ്പപ്പൂവ് അതെന്തായാലും പുറത്തുനിന്നാണ് കുറച്ച് വർഷമായിട്ട് നമ്മൾ വാങ്ങാറുള്ളത്. ആദ്യം വെള്ളമില്ലേ, അപ്പുറത്തെ വെള്ളമില്ലേ, അത് എടുത്തിട്ട് 2 സ്ഥലത്തേക്ക് ഇങ്ങനെ തൊട്ടുതാക്ക്. അവിടെ ഇലയിൽ വെച്ചോ, എന്നിട്ട് ഇപ്പുറത്തെ ഇലയിലും നരിയെ കൊണ്ട് ഒരിലയിൽ എത്തില്ലെങ്കിൽ അവിടെ സ്വാമിക്ക് വയ്ക്കുക. ഇനി ഇപ്പുറത്ത് അതൊക്കെ പിടിച്ച് പറിച്ചു. പഴം എവിടെയാ? ബാക്കില എടുത്തോ. നരി പിടിക്കോ കണ്ണ കൊക്കുടെ പൊന്നെ. നല്ല കുട്ടിയാണ്. ഇപ്പുറത്ത് തേങ്ങ എടുക്കട്ടെ. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഞാനാണ് ഓണം കൊള്ളാറുള്ളത്. അപ്പോൾ അപ്പ പറഞ്ഞു തന്നേക്കണ ചെറിയ ചെറിയ അറിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഓണം കൊള്ളാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനും നൈതിക്കൊക്കെ ഞാനത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആടയും പൂവും എങ്ങനെ വെക്കണം, ആദ്യം നമുക്ക് വെള്ളം എടുത്ത് പൂജിക്കണം, ചന്ദനം അതുപോലെ തന്നെ പൂവ് ഇതൊക്കെ ചെയ്തിട്ട് വേണം അടിയും പഴമൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ ഓണം കൊണ്ടിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് ചെയ്തത്. ഞാൻ നേരെ കിച്ചണിൽ കയറി. തലേദിവസം ഒന്നും നമുക്ക് അരിഞ്ഞ് വെക്കാൻ പറ്റിയിട്ടില്ല. കായും പയറും അരിഞ്ഞ് വെക്കില്ലായിരുന്നു ആദ്യത്തെ ടാസ്ക്. പായസം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഓൾറെഡി നമ്മൾ വെളുപ്പിന് ഉണ്ടാക്കിയല്ലോ നമ്മുടെ അടയും പഴമൊക്കെ. അതാണ് ഓണത്തിന് സാധാരണ ഉണ്ടാവാറ്. നേരെ ഉമ്മർത്ത് വന്ന് നോക്കിയപ്പോൾ പൂക്കളം 2 years ആയിട്ട് ചേട്ടനാണ് ഡ്യൂട്ടി. കാരണം തിരുവോണത്തിന് എൻ്റെ വീട്ടിൽ പൂക്കൾ ഇടാറില്ല. സാധാരണ ഉത്രാടത്തിന് ഇടാറ്. പക്ഷെ അവർ തിരുവോണത്തിന് വലിയ പൂക്കൾ ഇടാറ്. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയായിട്ട് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ഇങ്ങനെ കൈ കടത്തി കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൾ അടിപൊളിയായിട്ട് അത് ചെയ്തു. അപ്പോൾ 2 വർഷമായിട്ടും ചേട്ടനത് ചെയ്യാറ്. പക്ഷേ ഈ വർഷത്തെ പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഞാൻ വീണ്ടും തിരിച്ച് റിട്ടേൺ ടു അടുക്കള. നമ്മുടെ അവിയലിൻ്റെ പരിപാടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 12 കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നൈതികുട്ടൻ്റെ ആദ്യത്തെ തിരുവോണാണല്ലോ. 3 പായസം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. പക്ഷേ 2 പായസം ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയുള്ളൂ കേട്ടോ. പാലടിയും ചേട്ടൻ്റെ കരിക്ക് പായസവും. പാലട ഞാൻ ഉണ്ടാക്കി, കരിക്ക് ചേട്ടൻ ഉണ്ടാക്കി കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് വേണം എറണാകുളത്തേക്ക് പോകാൻ. ചേട്ടൻ്റെ ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണസദ്യ കേട്ടോ. ഇതൊക്കെ കഴിച്ച് നൈനിയുടെ ആദ്യത്തെ ഊണുണ്ട് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു ഓണത്തിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും നൈതിക്കുട്ടി നല്ല ഉറക്കമായതുകൊണ്ട് അവന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓണസദ്യ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് ഓണമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അടിച്ച് പൊളിച്ച് ഈ വർഷം എല്ലാവരും സന്തോഷമാവട്ടെ കേട്ടോ.